വെൽക്കം ടു സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ട റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സ്റ്റവ് ഓൺ ആയിരിക്കണം. അപ്പോൾ നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വന്നിരിക്കുകയാണ്. ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം എണ്ണയിൽ ചൂടാക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി, മല്ലിത്തഴ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള 2 എണ്ണം വലുതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 പച്ചമുളക്. ഈ സമയത്ത് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി ഒന്ന് വാടി വരട്ടെ. സവാളയുടെ നിറമെല്ലാം മാറി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എഗ് മസാല 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചെറുതായി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം, മിക്സായി വരാൻ വേണ്ടിയിട്ട്. സ്റ്റൗ ഒന്ന് സ്ലോ ആക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. മസാല ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് എടുക്കാം. മസാലക്കൂട്ട് അപ്പോൾ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ വീഡിയോയിൽ പറയാൻ മറന്നു, 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒന്ന് നന്നായി ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളീൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. മുട്ട റോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി അപ്പോൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിത്തഴയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് തയ്യാറായിരിക്കുകയാണ്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.